കേരളത്തിലെ കോൺഗ്രസിന്റെ തലവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കെ സുധാകരൻ, KPCC പ്രസിഡന്റ്. ഒരു സുപ്രഭാതത്തിൽ കെ സുധാകരൻ കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവയ്ക്കുകയും BJPയിലേക്ക് പോവുകയും ചെയ്താൽ മറ്റു നേതാക്കളുടെയും പ്രവർത്തകരുടെയും അവസ്ഥ ഒന്നാലോചിച്ചു നോക്കൂ. കേരളത്തെ സംബന്ധിച്ച് എത്ര ഭീകരമായിരിക്കും ആ അവസ്ഥ. തനിക്ക് തോന്നുകയാണെങ്കിൽ താൻ BJPയിലേക്ക് പോകും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും നേതാവ് പോകില്ലെന്ന് തന്നെയാണ് പ്രവർത്തകർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ മറ്റു പാർട്ടിക്കാരായ സുഹൃത്തുക്കളുടെ മുന്നിൽ ചെന്ന് പെടാതെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നതാകും കോൺഗ്രസ് പാർട്ടിക്കാർക്ക് നല്ലതെന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. ഇതൊക്കെ ഇവിടെ സൂചിപ്പിച്ചതിന് ഒരു കാരണമുണ്ട്. രാജ്യതലസ്ഥാനത്തെ, അതായത് ഡൽഹിയിലെ കെ സുധാകരൻ BJPയിൽ ചേർന്നു. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഡൽഹിയിലെ കോൺഗ്രസ് അധ്യക്ഷൻ താമര ചിഹ്നമുള്ള കൊടി പിടിച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ച അരവിന്ദർ സിംഗ് ലൗലി BJPയിൽ ചേർന്നത്. അടുത്തിടെ അദ്ദേഹം ഡൽഹി കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞതു മുതൽ പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് പല ഊഹാപോഹങ്ങളും പ്രചരിച്ചിരുന്നു. എന്നാൽ താൻ എവിടെയും പോകില്ലെന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു അദ്ദേഹം. പക്ഷേ ആ ഉറപ്പൊക്കെ വെറും പഴങ്കഥയായി. ശനിയാഴ്ച നേരെ പോയി അദ്ദേഹം BJPയിൽ ചേർന്നു. അതിനിടെ രസകരമായൊരു വസ്തുത കൂടിയുണ്ട്. 5 വർഷം മുൻപ് ഈ പുള്ളിക്കാരൻ ഇടയ്ക്ക് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയിരുന്നു. 2-3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങിയെത്തുകയായിരുന്നു. BJP തനിക്ക് ശരിയാകില്ല എന്നായിരുന്നു അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത്. BJPയിലേക്ക് പോയി പുള്ളി തിരിച്ചു വന്നതിന് പിന്നാലെ ഡൽഹിയിലെ കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം പിടിച്ച് അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് യാതൊരു മടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് അത്ഭുതം. രസകരമായ കാര്യങ്ങൾ തീർന്നില്ല. ശനിയാഴ്ച BJPയിൽ ചേർന്നതിന് ശേഷം അരവിന്ദർ സിംഗ് ലൗലി പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വയ്ക്കും. ഇതൊക്കെ മനസ്സിലിട്ട് കൊണ്ടാണോ പഹയ ഇജ് ഇത്രയും നാൾ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് നമ്മൾ ചോദിക്കും. പുള്ളി പറഞ്ഞതിങ്ങനെയാണ്: പ്രധാനമന്ത്രി മോദിക്കും നദ്ദയ്ക്കും അമിത്ഷായ്ക്കും നന്ദി. വഴിതെറ്റി അലയുന്ന സമയത്ത് അവൻ, അതായത് മോദി, നമുക്കൊരു അവസരം തന്നു. ഞങ്ങൾ 5 മുതിർന്ന നേതാക്കൾ ഇന്ന് BJPയിലേക്ക് വന്നിട്ടുണ്ട്. രാജ്യത്തിന് ശക്തമായ ഒരു സർക്കാർ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. രാജ്യത്തിൻ്റെ വികസനത്തിൽ പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കടുത്ത സംഖ്യകൾ പോലും കോൺഗ്രസിൽ നിന്ന് വന്ന ഈ പുതിയ സംഖ്യയുടെ വാക്ക് കേട്ടാൽ അത്ഭുതത്തോടെ, ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുമെന്ന് ഉറപ്പാണ്. ആ സമയത്ത് അവരുടെ ശരീരം രോമാഞ്ച കഞ്ചുകം അണിയുന്ന തിരക്കിലുമായിരിക്കും. മോദിയെ സുഖിപ്പിച്ച് കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടത്തിൽ അരവിന്ദർ സിംഗ് ലൗലി മറ്റൊരു പ്രധാന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഡൽഹിയിലും BJP പതാക പാറുമെന്ന് തനിക്ക് പൂർണ്ണ പ്രതീക്ഷയുണ്ടെന്ന്. തൻ്റെ ജീവിതകാലം മുഴുവൻ താൻ BJPയിൽ തുടരുമെന്നുള്ള ഉറപ്പും പുള്ളിക്കാരൻ നൽകിയിട്ടുണ്ട്. താനൊരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നില്ലെന്നും പകരം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുകയാണെന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും കൂടി ലൗലി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഡൽഹി ഘടകത്തിലെ ഏറ്റവും സവിശേഷമായ പേരുകളിൽ ഒരാളായിരുന്നു അരവിന്ദർ സിംഗ് ലൗലി. 1998 ഗാന്ധിനഗർ സീറ്റിൽ നിന്ന് ഡൽഹി നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട അരവിന്ദർ സിംഗ് ലൗലി അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയിരുന്നു. 2015 വരെ അദ്ദേഹം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ഡൽഹിയിലെ ഷീലാ ദീക്ഷിതിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകളിൽ നഗരവികസനം, റവന്യൂ മന്ത്രാലയങ്ങൾ, വിദ്യാഭ്യാസം, ഗതാഗതം തുടങ്ങി നിരവധി സുപ്രധാന വകുപ്പുകൾ ലൗലി കൈകാര്യം ചെയ്തു. ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റായും ലൗലി മാറി. ഡൽഹിയിൽ ജനിച്ചു വളർന്ന ലൗലി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ SGDB ഖൽസ കോളേജിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടി. കോളേജ് കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. പിന്നീട് 1990 ഡൽഹി യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 1992 മുതൽ 1996 വരെ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 30 വർഷത്തോളം ലൗലി കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചതെന്ന് പറയുമ്പോൾ ആ കൊഴിഞ്ഞു പോക്ക് കോൺഗ്രസിന് എത്രത്തോളം ആഘാതമുണ്ടാക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 2017 കോൺഗ്രസ് വിട്ട അദ്ദേഹം 2017 ഏപ്രിലിൽ BJPയിൽ ചേർന്നിരുന്നുവെങ്കിലും ഏതാനും മാസങ്ങൾക്ക് ശേഷം കോൺഗ്രസിൽ തിരിച്ചെത്തി. BJPയിൽ താൻ പ്രത്യയശാസ്ത്രപരമായി യോഗ്യനല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈസ്റ്റ് ഡൽഹി നിയോജക മണ്ഡലത്തിൽ നിന്ന് ക്രിക്കറ്റ് താരവും BJP സ്ഥാനാർത്ഥിയുമായ ഗൗതം ഗംഭീറിനെതിരെയാണ് അദ്ദേഹം മത്സരിച്ചത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഗൗതം ഗംഭീറിനോട് പരാജയപ്പെട്ടു. 2020 ഡൽഹി തെരഞ്ഞെടുപ്പിൽ തൻ്റെ അസംബ്ലി മണ്ഡലമായ ഗാന്ധിനഗറിൽ നിന്ന് അരവിന്ദർ സിംഗ് ലൗലി മത്സരിച്ചിരുന്നു. അവിടെ അദ്ദേഹം BJPയുടെ നവീൻ ചൗധരിയോട് വലിയ മാർജിനിലാണ് പരാജയപ്പെട്ടത്. എന്തായാലും സംഭവം നടന്നത് ഡൽഹിയിലാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും നെഞ്ചിൽ തീ കത്തി തുടങ്ങിയിട്ടുണ്ട്. കേരളമാണ്
ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കാം എന്ന പ്രതീക്ഷയൊക്കെ 2 മാസം മുമ്പ് അവസാനിച്ചിരുന്നല്ലോ. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേതാക്കളായ കെ കരുണാകരനും AK ആന്റണിക്കുമുണ്ടായിരുന്ന പൊന്നിന് വിലയൊക്കെ മുക്കായി മാറിക്കൊണ്ടായിരുന്നല്ലോ ആ മാറ്റം സംഭവിച്ചത്.